ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. മുത്തശ്ശി പറഞ്ഞ പോലെ വീണ്ടും ഒരു കഥയുമായി വരികയാണ്. വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കഥകൾ പറയാമെന്ന് വിചാരിച്ചാണ് ഇതും കൊച്ചുകുട്ടികൾക്കുള്ള കഥയാക്കിയത്. എല്ലാവരും കൊച്ചുകുട്ടികൾക്കിത് പറഞ്ഞു കൊടുക്കുമല്ലോ, അമ്മമാരല്ലേ. കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം, പ്രിയപ്പെട്ട അമ്മമാരെ. അപ്പം നമുക്ക് കഥ കേൾക്കാം. സ്നേഹം ജയിക്കും. കഥയുടെ പേരിതാണ്. ഒരു കാട്ടിൽ ഉറ്റ ചങ്ങാതിമാരായി രണ്ട് അമ്മക്കിളിയും അണ്ണാറക്കണ്ണനും ഉണ്ടായിരുന്നു. അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി പോകുമ്പോൾ അണ്ണാറക്കണ്ണനാണ് കിളിക്കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്. അതുപോലെ ആവശ്യം വരുമ്പോൾ അമ്മക്കിളി അണ്ണാൻ കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ തമ്മിൽ എന്തോ ഒരു കാര്യത്തിന് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതിൻ്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് അവസാനം അതൊരു വലിയ വഴക്കിലാണ് അവസാനിച്ചത്. ഇനി നാം തമ്മിൽ ഒരു ചങ്ങാത്തവുമില്ല എന്ന് പറഞ്ഞ് അമ്മക്കിളി പറന്ന് തൻ്റെ കൂട്ടിലേക്കും അല്ലേലും നിൻ്റെ ചങ്ങാത്തം ആർക്ക് വേണം എന്ന് പറഞ്ഞ് അണ്ണാറക്കണ്ണൻ തൻ്റെ മരച്ചില്ലയിലേക്കും കയറിപ്പോയി. പിറ്റേന്ന് അമ്മക്കിളി പതിവ് പോലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടിപ്പോയി. പക്ഷേ അന്ന് മുഴുവൻ തീറ്റ നേടി നടന്നിട്ടും അവൾക്കൊന്നും കിട്ടിയില്ല. നിരാശയോടെ തിരികെ കൂട്ടിലേക്ക് വരുമ്പോഴാണ് ഒരു ഞെട്ടലോടെ അവൾ ഓർത്തത്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കൂട്ടിൽ തനിച്ചായിരിക്കുമല്ലോ. പിണക്കത്തിലായതുകൊണ്ട് അണ്ണാറക്കണ്ണൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലെന്നും അവൾ വിചാരിച്ചു. വേഗം തന്നെ അവൾ കൂട്ടിലേക്ക് പറന്നു. ആശങ്കയോടെ കൂട്ടിലെത്തിയ അമ്മക്കിളി കണ്ടത് അണ്ണാറക്കണ്ണൻ തൻ്റെ മക്കളോടൊപ്പം ചിരിച്ച് കളിച്ചിരിക്കുന്നതാണ്. മാത്രമല്ല, അവർക്ക് അണ്ണാറക്കണ്ണൻ ആഹാരവും കൊടുത്തിരിക്കുന്നു. നമ്മൾ പിണക്കത്തിലായതുകൊണ്ട് നീ വരില്ലെന്നാണ് വിചാരിച്ചത്, തെല്ലൊരു ജാള്യതയോടെ അമ്മക്കിളി പറഞ്ഞു. ഇത് കേട്ട് അണ്ണാറക്കണ്ണൻ പറഞ്ഞു, നമ്മൾ മുതിർന്നവർ തമ്മിൽ പല പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. പക്വതയുള്ള നമ്മൾ അതൊന്നും കുഞ്ഞുങ്ങളിലേക്ക് പകരുകയോ അവരുടെ കാര്യങ്ങൾ നോക്കാൻ തടസ്സമാകാൻ അനുവദിക്കുകയോ ചെയ്യരുത്. നമ്മുടെ ഈ പിണക്കം നമ്മൾ ഇന്നോ നാളെയോ പറഞ്ഞു തീർക്കും. പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ വിഷമിക്കും. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ അത് നല്ലതായാലും മോശമായാലും അവരുടെ മനസ്സിൽ കാലങ്ങളോളം പതിഞ്ഞു കിടക്കും. ഇന്ന് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. നമ്മുടെ സ്നേഹവും പിടിവാശിയും നമ്മിലുള്ള വടംവലിയിൽ സ്നേഹം മാത്രമേ ജയിക്കൂ എന്ന സന്ദേശം നമ്മൾ വേണ്ടേ അവർക്ക് കാണിച്ചു കൊടുക്കാൻ. അത് കണ്ട് പഠിച്ച് നല്ലവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. അണ്ണാറക്കണ്ണൻ പറഞ്ഞത് കേട്ട് നിറകണ്ണുകളോടെ അമ്മക്കിളി അണ്ണാൻ കുഞ്ഞുങ്ങളെയും തൻ്റെ കുഞ്ഞുങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? നമുക്ക് സ്നേഹമുള്ളവരായിരിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. ഇങ്ങനെയുള്ള നല്ല നല്ല കഥകൾ കേൾക്കാൻ ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലെത്താം. എല്ലാവർക്കും നമസ്കാരം. ഉടനെ തന്നെ നമുക്ക് അടുത്ത കഥയുമായി കാണാം.